അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ കൊല്ലം അഞ്ചലിലാണ്. നമ്മൾ ജീന ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് ജീന ചേച്ചിയുടെ വീട്. അപ്പോൾ നമ്മൾക്ക് വീട്ടിലോട്ട് പോവാം. അവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെ ഷൈച്ചേട്ടനും മീനും ഒക്കെ കൂടി അതാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. അപ്പച്ചൻ അതാ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മളുടെ ജീന ചേച്ചിയുടെ മമ്മി, ഇതാണ് പപ്പ. ആ നമ്മുടെ ഷൈച്ചേട്ടൻ്റെ അനിയൻ ഷാനു. അങ്ങനെ നമ്മൾ ജീന ചേച്ചിയുടെ വീട് കണ്ട ശേഷം നാട്ടുമ്പുറമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ അടുത്തടുത്തെല്ലാം വീടുകളാണ്. വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി കുറേ റബ്ബർ തോട്ടവും കാര്യങ്ങളും എല്ലാമാണ്. അപ്പം നമ്മൾ അതൊരു റബ്ബർ തോട്ടവും ഇല്ലിച്ചെടികളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ നാളായല്ലോ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അതൊക്കെ ഒന്ന് ചുമ്മാ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ തോടുണ്ട്, ആ തോടൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിള്ളേരും എല്ലാ സെറ്റും കൂടി ഇറങ്ങിയാണ്. നമ്മൾ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ റബ്ബർ പാലെടുക്കുക മീൻസ് വെട്ടി വെച്ചേക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ശേഷം ഒരു തോട്ടിലെത്തി. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് കുറുക്കി ഒക്കെ നടക്കാനും അതുപോലെ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യാനൊക്കെ ഒന്ന് ഓർത്തു. അപ്പോൾ പിള്ളേർ പറഞ്ഞു പിള്ളേർക്ക് അതിനകത്തൊന്ന് ചാടണം. അപ്പം നമ്മൾ ചുമ്മാ അവിടെ ഒന്ന് ഇറങ്ങാൻ പോവുകയാണ് എല്ലാവരും കൂടെ. നല്ല ഒഴുക്കുണ്ട് കാര്യം പറഞ്ഞാൽ. പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് നല്ല ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ പോകാൻ പാടുള്ളൂ. പിള്ളേരെ നമ്മൾ താഴോട്ട് ഇറക്കത്തില്ല, കാരണം മുകളിൽ അത്രയും ആഴമൊന്നുമില്ല, പക്ഷെ താഴോട്ട് ഒരുമാതിരി ആഴമുണ്ട്. അപ്പം പപ്പായൊക്കെ പറയുന്നുണ്ട്, പപ്പ ഒത്തിരി വർഷം മുമ്പൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ എപ്പോഴും ചാടി കുളിച്ചുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞു. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ. അവിടെ ഒരു കാ കണ്ടിട്ടുണ്ടോ, തിന്നാൻ പറ്റുന്നതാണോ അതോ വിഷക്കായാണോ എന്നൊന്നും അറിയില്ല. അപ്പം കുറേ നാളായി നമ്മൾ നാട്ടിൽ വേണ്ടി ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്തിട്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ പപ്പ പറഞ്ഞു ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനും വൈകുന്നേരം വന്ന് ഇരിക്കാനൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ്. പപ്പയൊക്കെ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഗ്രില്ലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിക്കാനുണ്ട്. നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും നമ്മൾ ഗ്രില്ലൊക്കെ അടിച്ച് നമ്മൾ നാട്ടിൻപുറത്തെ കുക്കിംഗ് ചെയ്തിട്ട് കാണാറില്ലേ, അതുപോലെ നാട്ടിൻപുറം കുക്കിംഗ് ചെയ്ത് നമ്മളിങ്ങനെ വഴിയിലൊക്കെ ഇരുന്ന് മീൻസ് നമ്മൾ ഇങ്ങനെ പറമ്പിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് അടിപൊളി. നമ്മളിങ്ങനെ വട്ടയിലക്കകത്ത് ചിക്കനോ അങ്ങനെയൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതെന്തായാലും നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും ചെയ്യും നമ്മൾ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് ടൈം ഇല്ല, കാരണം നമ്മൾ കുറേ പ്ലാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവരുടെ ഏരിയാസൊക്കെ കാണാനായിട്ട്. നമ്മുടെ ഏരിയാസും നല്ലതാണ്. ഇത് കൊല്ലമാണ് സ്ഥലം. കൊല്ലത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. കൊല്ലം വഴി വല്ല ബസ്സിന് പോയിട്ടുള്ള, അല്ലാതെ കൊല്ലം എന്ന പ്ലേസിലോട്ട് ആദ്യമായിട്ട് പോകുന്നത്. കാരണം കൊല്ലത്ത് എനിക്ക് അങ്ങനെ കസിൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. കൂടുതലും കോട്ടയം, എറണാകുളം അല്ലെങ്കിൽ ആലപ്പുഴ ഏരിയയിലോട്ടാണ് കൂടുതലും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മളിത് വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്നും കൂടി ഒന്ന് കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് ഒത്തിരി ചെടികളും പൂക്കളും ഒക്കെ കണ്ടായിരുന്നു. ഒത്തിരി പൂക്കളുള്ള സ്ഥലമാണിത്. നമ്മളുടെ പഴയ തുമ്പപ്പൂവ്, അതുപോലെ തന്നെ തൊട്ടാവാടി, കമ്മ്യൂണിസ്റ്റ് പച്ച, അതുപോലെ തന്നെ വട്ടയില കാണുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ട് മാങ്ങയൊക്കെ അതിനകത്ത് പൊതിഞ്ഞോണ്ടൊക്കെ പോയതും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ജിതിനും ഉണ്ടായിരുന്നു. ജിതിൻ ഇങ്ങനെ അടിപൊളി വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ അവൻ നല്ല ഒരു ഫോട്ടോഗ്രാഫറാണ്. എൻ്റെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തേക്കുന്ന അവനാണ്. അപ്പം അതൊക്കെ ഒത്തിരി നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന കുമ്പിളപ്പം അല്ലെങ്കിൽ പൂച്ചയപ്പം എന്നൊക്കെ പറയുന്ന കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇലയാണ്. ഞങ്ങളുടെ നാട്ടിൽ അതിനെ ഇടനേല എന്ന് പറയും. അതുപോലെ നമ്മുടെ ശംഖുപുഷ്പം, ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല.
പക്ഷെ നമ്മൾ പണ്ടത്തെ ഒരു ടാറ്റു ആണ്. ടാറ്റു ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ടാറ്റു ഒക്കെ വർഷങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിലെ ആദ്യമായിട്ട് ഞാൻ അറിയപ്പെടുന്ന ടാറ്റു എന്ന് പറയുന്ന സംഭവം ഇതാണ്. അതൊരു ഇലയിൽ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് അതിൻ്റെ ബാക്കിലിടും. അപ്പോൾ ആ സാധനം നമ്മൾ കയ്യിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ വൈറ്റ് കളറാവും. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഒത്തിരി നാൾ നടക്കുമായിരുന്നു. അതുപോലെ തന്നെ കണ്ണീർ തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു. അങ്ങനെ നമ്മൾ പോയപ്പോഴാണ് നമ്മളുടെ ഈ കമങ്ങിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. അപ്പം അത് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ വണ്ണമൊക്കെ ആയിപ്പോയി. എന്തായാലും അത് ഓടിക്കാൻ പറ്റില്ല, പിള്ളേർക്ക് ഇത് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഷൈച്ചേട്ടൻ അടിയോടെ പറമ്പിൽ ചക്കയിൽ പോയി ഒന്ന് കൊട്ടി നോക്കുവാണ് അത് വിളഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വിളഞ്ഞിട്ടില്ല. അപ്പോൾ അത് അയൽവക്കംകാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. നമ്മൾക്ക് വിളഞ്ഞെങ്കിൽ ആരും കാണാതെ അടിച്ചുകൊണ്ട് പോകാമായിരുന്നു. പിന്നെ പിള്ളേരെ ഇങ്ങനെ പാളയിലൊക്കെ ഇങ്ങനെ വലിച്ചു. പക്ഷെ അവിടെ ഇച്ചിരി കുണ്ടും കുഴിയായതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ നിന്നൊരു ബട്ടർഫ്ലൈനെ കിട്ടിയായിരുന്നു. ആ ബട്ടർഫ്ലൈ ഇങ്ങനെ, അത് പക്ഷെ മൂവ് ചെയ്യുന്നേ ഇല്ല, അതിന് ജീവനുണ്ട്. പക്ഷെ അത് എത്ര ഇത് ചെയ്തിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് അത് വിട്ടു പോകാനൊട്ടും താല്പര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോഡ കയ്യിലൊക്കെ വന്നിരുന്നു. പിന്നെ അതിനെ പറപ്പിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ടും അത് പിന്നെയും നമ്മളുടെ അടുത്തോട്ട് തന്നെ വരുമായിരുന്നു. എന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ ആ പാളയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി വഴി കയറിയിട്ട് നമ്മൾക്ക് പിന്നെ പിള്ളേരെയൊക്കെ വലിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു, ഹാപ്പി ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമ്മളുടെ കുഞ്ഞാപ്പീനെ അവിടെ അമ്മയുടെ കൊടുത്തിട്ട് വന്നു. കാരണം അവൾ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ ശരിക്കും ഉറങ്ങില്ല, പിന്നെ ഭയങ്കര വഴക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ അമ്മച്ചിയുടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അമ്മച്ചി അവളെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അമ്മച്ചിക്ക് ഭയങ്കര ഹാപ്പിയായി അവളെ കണ്ടപ്പോഴത്തേക്കും. അമ്മച്ചിയുടെ പിള്ളേരെല്ലാവരും വലുതായി പോയി എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഇങ്ങനെ കുഞ്ഞാപ്പീനെ കണ്ടപ്പോഴത്തേക്കും അമ്മച്ചി ഭയങ്കര ഹാപ്പിയായിരുന്നു. അമ്മച്ചി അതുകൊണ്ട് തന്നെ ഞങ്ങളോട് വരുന്നില്ല, കുഞ്ഞാപ്പീനോട് ഇരുന്നോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷൈച്ചേട്ടനാണ്ടേ മീനുവിനെ വലിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. മീനും എല്ലാവരും പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ജീന ചേച്ചി അതാ പച്ചക്കറി വന്നേക്കുവാണ്. താറാവ് എങ്ങനെ വരയ്ക്കുന്നേ? നല്ല പച്ചക്കുരുമുളക് ചതച്ചിട്ടിട്ട് താറാവ് വെക്കും. അതും അപ്പം കൂട്ടി കഴിക്കും. ആരെങ്കിലും വെച്ചാലും അത് നമ്മൾ കഴിക്കും. പോരുന്ന വഴിക്ക് ജീന ചേച്ചി കുറച്ച് കുരുമുളകൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ വീട്ടുകാരും കണ്ടില്ലല്ലോ അല്ലേ, അപ്പോൾ കുഴപ്പമില്ല. താറാവ് കറി വെക്കാനാണെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. പച്ചക്കുരുമുളകൊക്കെ അരച്ച് വെച്ച്. അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് അപ്പനെയും കൊണ്ട് നല്ല പച്ചക്കുരുമുളക് വെച്ച് താറാവ് കറി വെക്കും. കാരണം അപ്പം നല്ല ഒന്നാന്തരം കുക്കാണ്. അടിപൊളിയായിട്ട് അപ്പന് താറാവ് കറിയൊക്കെ വെക്കാൻ അറിയാം. അപ്പം നമുക്ക് എന്തായാലും പച്ചക്കുരുമുളക് ഇട്ടൊന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. അടിപൊളി അച്ചായിട്ട് കറക്റ്റ് കിട്ടി. അവിടെ ആൾക്കാർ താമസമുണ്ടോ? ലാവണ്ടർ കളറിന്റെ പൂ കണ്ടോ? സത്യം പറയാൻ എനിക്ക് ഈ സ്ഥലമൊക്കെ ഒത്തിരി ഇഷ്ടമായി. കാരണം എത്ര ഭംഗിയെന്നറിയാവോ. ജിൻസിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി അടുത്തടുത്ത് ഇഷ്ടം പോലെ വീടുകളുണ്ട്. ആ ഓരോ വീട്ടിലും ഇഷ്ടം പോലെ ചെടികളുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ചക്കകളും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. നല്ല പൂക്കൾ. നമ്മൾ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീൻസിയുടെ ആ ഏരിയയിലോട്ട് വന്നാൽ മതി. ഇഷ്ടം പോലെ വീടുകളിൽ പൂക്കളിടാൻ വേണ്ടി മാത്രമുള്ള പൂവൊക്കെ അവരുടെ ഏരിയയിലുണ്ട്. അപ്പോൾ പൂവിന് വേണ്ടി ആരും കാശ് കൊടുത്തെന്നാലും വാങ്ങാനൊന്നും പോകണ്ട. കാരണം അത്രയ്ക്ക് അവർ പ്രകൃതി സ്നേഹികളാണെന്ന് തോന്നി ഇവിടെ എല്ലാം താമസിക്കുന്നവർ. കാരണം നമ്മളുടെ അങ്ങോട്ടൊക്കെ പൂവൊക്കെ ഉള്ളവർ വീടൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ജീനച്ചേച്ചിയുടെ വീട്ടിലും ഇഷ്ടം പോലെ പൂക്കളുണ്ട് കണ്ടോ. ഇത് ജീനച്ചേച്ചിയുടെ വീട്ടിലെ ചെത്തിപ്പൂവാണ്. നല്ല എന്ത് രസമാണ് കാണാനായിട്ട്, നല്ല കളറൊക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ തന്നെ പല പല ഫ്രൂട്ട്സും കാര്യങ്ങളും ചെടികളൊക്കെ പപ്പായും മമ്മി വളർത്തുന്നുണ്ട്. പപ്പായ്ക്കും മമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ചെടിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും കുറേ ടൈപ്സുള്ള ചെടികളൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു നട്ടുപിടിപ്പിക്കാനായിട്ട്. അതുപോലെ പനിക്കൂർക്ക, ഇത് അവരുടെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുന്ന പോലത്തെ ചെടിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ വട്ടയില.
അപ്പോൾ ഒത്തിരി നമ്മളുടെ ചെമ്പരത്തി പൂവ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു ആസ്വദിച്ചു. അതുപോലെ തന്നെ ഇതെന്തോ ഒരു ചെടിയുടെ കായാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്നത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്, എന്തോ ഒരു പ്രത്യേക രസം. അത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതാ ജോയും പിള്ളേരെല്ലാം കൂടെ ലോലോലിക്ക എന്നൊക്കെ പറയും. അപ്പോൾ അത് പറിച്ചുകൊണ്ട് വന്നു. പക്ഷെ നല്ല പുളിയാണെങ്കിലും നമ്മൾ അത് 2-3 കഴിച്ചു. നല്ല മമ്മി ഇതാണെങ്കിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിലിട്ടതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഓർക്കിഡ് ചെടികളും അങ്ങനെ പല ടൈപ്പിലുള്ള ചെടീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പച്ചൻ കുഞ്ഞു പിള്ളേർ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല ഊഞ്ഞാലൊക്കെ കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഊഞ്ഞാലൊക്കെ കെട്ടി ആടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഹാപ്പി. നമ്മൾ വന്നപ്പോഴത്തേക്കും കുഞ്ഞാപ്പു എഴുന്നേറ്റിട്ടുണ്ട്. വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല മിടുക്കി കുട്ടിയായിട്ട് കുഞ്ഞാപ്പു ഇരിക്കുക കേട്ടോ. അന്നേരത്തേക്ക് ആഷിൻ പറഞ്ഞു ആഷിനെ കുറച്ച് സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വരാമെന്ന്. അപ്പം അങ്ങനെ വഴി കൂടെ ആഷിൻ സൈക്കിളൊക്കെ ചവിട്ടുവാണ്. അപ്പം നമുക്ക് വീണ്ടും കുറച്ച് ഭംഗിയൊക്കെ കണ്ടിട്ട് വരാവേ. ഇതിന്റെ ബാധയാണ്ടി ബാധത്തിന്റെ